ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ബേക്കറികളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ടും നല്ല സൂപ്പറായിട്ടും ബന്ന് എങ്ങനെ തയ്യാറാക്കാം. ഈ റെസിപ്പി ഇതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ടും സോഫ്റ്റായിട്ടുള്ള ബന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. 30 ml ഇളം ചൂടുവെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. 60 ml ഇളം ചൂട് പാലാണ്. നമ്മളിതിനകത്ത് 1 സ്പൂൺ ബട്ടറോടെ ചേർത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ്, അതുകൂടെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. 60 ml പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിൽ ചേർക്കാം. നമുക്ക് ഇതിനെ ഒരു ഫോർക്ക് വെച്ച് നല്ലവണ്ണം ഇളക്കി ചേർക്കാം. നമ്മൾ ഈ ഇളം ചൂട് പാലും വെള്ളവും നമ്മൾ ചേർത്തത് ഈസ്റ്റ് നമ്മൾ പുളിക്കണമെങ്കിൽ ഇളം ചൂട് വേണം. അതുകൊണ്ടാണ് നമ്മളത് ചേർത്തത്. നല്ലവണ്ണം ഫോർക്ക് കൊണ്ടൊന്ന് കൂട്ടി വയ്ക്കുക. ഈസ്റ്റ് എപ്പോഴും നമ്മൾ ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് തന്നെ ഇതിനകത്ത് ചേർക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാകുമ്പോൾ ഒത്തിരി നാളായതായിരിക്കുമല്ലോ, അത് പുളിക്കാൻ ഇച്ചിരി പാടാണ്. പുതിയതാകുമ്പോൾ പെട്ടെന്ന് പുളിക്കും. ഉപ്പ് കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഒന്ന് പുളിക്കുന്നവരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും അതിന്. നമുക്കത് പുളിച്ചോ നോക്കാം. ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. പുളിച്ചിട്ടുണ്ട്. ഇതുപോലെ പുളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ബന്ന് കറക്റ്റായിട്ട് വരത്തില്ല. നമുക്കിതിലേക്ക് ഇനി ഒരു മുട്ട കൂടെ ചേർക്കാം. നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 30 ml സൺഫ്ലവർ ഓയിലൂടെ ചേർക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിനകത്ത് ചേർക്കാം. നല്ലവണ്ണം ഇളക്കാം. മുട്ടയും നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇളക്കണം. നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇതിനോട് ചേർക്കാം. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് മൈദയും കൂടി ചേർക്കാം. ഏകദേശം ഒരു 2 കപ്പ് മൈദയാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇതൊരു 240 ml ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പ്. നമുക്ക് ഒരു 1/2 കപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് സ്പൂണിൽ കഴിഞ്ഞ് ഇനി കൈ കൊണ്ട് നല്ലവണ്ണം ഇത് കുഴച്ച് ചേർക്കാം. കൂട്ടി യോജിപ്പിച്ച് നല്ല മയമാക്കിയെടുക്കണം. നല്ലവണ്ണം മയമാവുന്ന വരെ 10-20 മിനിറ്റ് നമ്മളിങ്ങനെ കുഴച്ചുകൊണ്ടേയിരിക്കണം. നമുക്കിനി ആ മാവ് ബേസിനിലേക്ക് താത്ത് വയ്ക്കാം. ഇതുപോലൊരു പാത്രം എടുക്കാം. അതിലോട്ട് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം പിടിപ്പിക്കാം. സൈഡിലും എല്ലാം ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം. നമുക്കിതുപോലെ നല്ലതായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. നല്ല രീതിയിൽ അതിനെ ഉരുട്ടി ഒരു ഓവൽ ഷേപ്പ് പോലൊക്കെ ഇരിക്കും. ഒരു 2.5 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു കോട്ടൺ തുണി നനച്ച് നമ്മളത് മൂടി വയ്ക്കണം. 2.5 മണിക്കൂർ ഇത് ഡ്രൈ ആകാതിരിക്കാനാണ്. ടൈം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ മൂടി ഒന്ന് മാറ്റി. ഏതാണ്ട് നമ്മുടെ മാവ് ഡബിളായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് കറക്റ്റ് ഞെക്കി കൊടുക്കുന്നത് ഞാൻ എൻ്റെ ബബിൾസ് ഉണ്ടല്ലേ, ആ ബബിൾസ് പോകാനാണ്. എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഒന്നുകൂടെ അതൊന്ന് മസാജ് ചെയ്ത് എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നല്ല രീതിയിൽ ഒന്നുകൂടെ എടുക്കണം. അതിനകത്ത് എയർ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ വേണ്ടിയാണ്. കറക്റ്റ് ഷേപ്പാക്കി നമുക്ക് എടുക്കാം. നല്ലവണ്ണം അതൊന്ന് മസാജ് ചെയ്യണം. നമുക്ക് ബന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കത് എത്ര പീസ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബണ്ണിൻ്റെ സൈസ് അനുസരിച്ച്. ഞാനിവിടെ 8 ബന്ന് തയ്യാറാക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കണം.
നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ ഓയിലൊക്കെ ചെയ്ത് ബട്ടർ പേപ്പറും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ മാവ് ഈ പരുവത്തിന് ആ സൈസിലുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. 3 അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് 3 സെറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം. നമ്മൾ കൺവെൻഷൻ ഞെക്കി 180 ഇനി ഒരു 4 മിനിറ്റ് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ടൈം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് പ്രീ ഹീറ്റ് ആകാനായിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് നമുക്കൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ആ മുട്ട നമ്മുടെ ബന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ ആയാലും ചേർക്കാം. അത് നല്ലൊരു കളർ വരാൻ വേണ്ടിയാണ്, ഒരു ക്രിസ്പിനെസ്സും വരും. വെള്ള എള്ള് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഗാർണിഷ് ചെയ്തിടാം. കാരണം ആ ബ്രൗണിൻ്റെ കൂടെ ആ വെള്ള എള്ള് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറിയ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ ട്രേ അതിലേക്ക് വയ്ക്കാം. അപ്പം നമുക്കിനി അതിൻ്റെ ടൈം സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് കൺവെൻഷനിലേക്ക് ഓൺ ചെയ്യാം. 180 നമുക്കതിനെ മൈനസ് ചെയ്ത് 160 ആക്കാം. 160 ആയിട്ടുണ്ട്. ഇനി അതിന് ടൈം സെറ്റ് ചെയ്യാം. നമുക്ക് 20 മിനിറ്റാണ് വേണ്ടത്. 20 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ഇനി അത് 20 മിനിറ്റ് ആവുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബൺ റെഡിയായി. നമുക്കിനി പുറത്തെടുക്കാം. കണ്ടില്ല, നല്ല അടിപൊളി ബ്രൗണിഷ് കളറിൽ ആ വെള്ള എള്ളും കൂടെ കറക്റ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബന്ന്. നമുക്കത് വെന്തോ നോക്കാം. വെന്തിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി മിൽക്ക് ബൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.